2025 മെയ് 18 ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിന് ഇന്ത്യാനപോളിസിൽ തുടക്കമായത്. സുവിശേഷകനായ വിശുദ്ധ ജോണിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ മെത്രാപ്പോലീത്ത ചാൾസ് സി തോംസനാണ് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ദിവ്യകാരുണ്യത്തിലും യേശുക്രിസ്തുവിലുമുള്ള വിശ്വാസം ജനങ്ങളിൽ ഊട്ടി ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏകദേശം 36 ദിവസങ്ങളെടുക്കുന്ന ദിവ്യകാരുണ്യ തീർത്ഥാടനം 5310 കിലോമീറ്ററുകളോളം താണ്ടി 2025 ജൂൺ 22 ഞായറാഴ്ച ലോസ് ആഞ്ചൽസിലെ കോർപ്പസ് ക്രിസ്തി ദേവാലയത്തിലാണ് സമാപനം കുറിക്കുന്നത്. പെർപ്പച്വൽ പിൽഗ്രിം എന്നറിയപ്പെടുന്ന 8 ചെറുപ്പക്കാരാണ് പരിശുദ്ധ കുർബാനയെ കടന്നുപോകുന്ന വഴികളിലൂടെയും അവസാനം ലോസ് ആഞ്ചൽസിലെ കോർപ്പസ് ക്രിസ്തി ദേവാലയം വരെയും അനുഗമിക്കുക. അനുദിന വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ആരാധന, പ്രദക്ഷിണം, സാക്ഷ്യപ്രസംഗങ്ങൾ, സ്നേഹവിരുന്ന് എന്നിവ ഓരോ ദിവസവും മുടക്കം കൂടാതെ 5000 കിലോമീറ്ററിലധികം നീളുന്ന ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിൽ ഉണ്ടായിരിക്കും. ഇന്ത്യാന, ഇല്ലിനോയിസ്, ലോവ, മിസൗറി, കാൻസാസ്, ഒക്ലഹോമ, ടെക്സാസ്, ന്യൂ മെക്സിക്കോ, ആരിസോണ, കാലിഫോർണിയ മുതലായ 10 അമേരിക്കൻ നാടുകളിലൂടെ ഏകദേശം 20ഓളം രൂപതാതിർത്തികളിലൂടെയാണ് തീർത്ഥാടനം 36 ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കുന്നത്. സെന്റ് കാതറിൻ ഡ്രക്സൽ റൂട്ട് എന്നാണ് ഈ മഹാ തീർത്ഥാടന പാത അറിയപ്പെടുന്നത്. 19-20 നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചിരുന്ന വിശുദ്ധയാണ് കാതറിൻ ഡ്രക്സൽ. ഒരു സമ്പന്ന കുടുംബത്തിന്റെ അനന്തരാവകാശിയായിരുന്ന കാതറിൻ തന്റെ ജീവിതം അരികെ ജീവിതങ്ങൾക്കും പാവങ്ങൾക്കു വേണ്ടിയും കാഴ്ചവെച്ചു. സിസ്റ്റേഴ്സ് ഓഫ് ബ്ലെസഡ് സാക്രമെന്റ് എന്ന സന്യാസ സംഘടന ആരംഭിച്ച കാതറിൻ ഡ്രക്സലിനെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ 2000 ആണ്ടിൽ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ കാതറിൻ ഡ്രക്സലിന്റെ പേരിൽ അറിയപ്പെടുന്ന ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടന പാത ഇല്ലിനോയിസിലെ ദിവംഗതനായ ധന്യ മെത്രാപ്പോലീത്ത ഫുൾട്ടൻ ചേഷീൻ, ഒക്ലഹോമയിലെ വാഴ്ത്തപ്പെട്ട സ്റ്റാലിൻ റോദർ തുടങ്ങിയ പുണ്യാത്മാക്കളുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ദേവാലയത്തിലെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല നമ്മുടെ വിശ്വാസമെന്ന് ആർച്ച് ബിഷപ്പ് ചാൾസ് സി തോംസൺ പറയുകയുണ്ടായി. വിശുദ്ധ കുർബാന നമ്മെ രൂപാന്തരപ്പെടുത്തും, നമ്മിലൂടെ മറ്റുള്ളവർക്കും പുതുചൈതന്യം നൽകുമെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ നാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.